ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ തോട്ടത്തിലെ കുറച്ച് വള്ളിച്ചെടികളാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായി വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാവുന്ന ഒരുപാട് വള്ളിച്ചെടികൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചില സമയത്ത് നമ്മൾ യാത്ര പോകുമ്പോഴൊക്കെ റോഡ് സൈഡിൽ നല്ല ഭംഗിയുള്ള ചെടികൾ നിറയെ പൂക്കളായിട്ട് കൊലകൊലയായിട്ട് പൂക്കളായിട്ട് പടർന്ന് കിടക്കുന്നതൊക്കെ കാണാറുണ്ട്, പല കളറുകളിലായിട്ട്. അതൊക്കെ കാണുമ്പോൾ അത് നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചാലോ എന്നൊക്കെ ചിന്തിക്കാറില്ലേ? അങ്ങനെ ഞാൻ എൻ്റെ യാത്രയിൽ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. ഓരോ സൈഡിലും നമ്മുടെ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന ചെടികളും എല്ലാം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ പല തരത്തിലുള്ള വള്ളിച്ചെടികൾ കാണാറുണ്ട്. ദൂരയാത്രകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ചെടികൾ ഇതുപോലെ കാണാനായിട്ട് സാധിക്കാറുണ്ട്. അങ്ങനെ ഒരു യാത്രയിൽ ഞാൻ സ്വന്തമാക്കിയൊരു സുന്ദരി ചെടിയാണ് കേട്ടോ ഈ കാണുന്നത്. ഡാർക്ക് ബ്ലൂ കളറിലുള്ള പൂക്കൾ വിരിയുന്ന മോർണിംഗ് ഗ്ലോറിയാണിത്. ഇതിൻ്റെ ഉള്ളിലായിട്ടൊരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡും കൂടെ വരുന്നുണ്ട്. അതിൻ്റെ ഉൾഭാഗത്താണെങ്കിൽ വൈറ്റ് കളറാണ് വരുന്നത്. ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ സൂര്യൻ ഉദിച്ച് വരികയാണോ എന്ന് തോന്നും. അത്രയ്ക്കൊരു പ്രകാശമാണ് കേട്ടോ അതിൻ്റെ ആ പൂക്കൾക്ക്. ഈ ചെടി പിടിച്ച് കിട്ടുമെന്നൊന്നും എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല. ഞാൻ വളരെ ചെറിയൊരു കട്ടിങ് കൊണ്ടുവന്നിട്ട് വീടിൻ്റെ മുറ്റത്തിൻ്റെ ഒരു സൈഡിൽ വെച്ചതായിരുന്നു. അതിപ്പോൾ നന്നായി വളർന്ന് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാട് പിടിച്ച പോലെ അത് വളർന്ന് ഞാൻ കുറേ കമ്പുകളൊക്കെ അതിൻ്റെ മുറിച്ച് കളഞ്ഞു. എന്താണെന്ന് വെച്ചാൽ മുറ്റത്ത് ആകെ കാട് പിടിച്ച പോലെ വളർന്നിട്ട് ഇപ്പോൾ അതൊരു ചെടിയിലിങ്ങനെ പടർന്ന് നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ കോണിയുടെ സൈഡിലായിട്ടാണ് അതിങ്ങനെ പടർന്നിട്ടുള്ളത്. ഇപ്പോൾ കയറ് കെട്ടി കൊടുത്തിട്ട് അതിലൂടെ അത് പടർന്ന് പോകുന്നുണ്ട്. മഴ നന്നായി പെയ്തു തുടങ്ങിയതിന് ശേഷം വിരിയുന്ന പൂക്കൾക്ക് ആ ഡാർക്ക് ഷെയ്ഡൊന്ന് മങ്ങി ഒരു ലൈറ്റ് ഷെയ്ഡിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല വെയിലൊക്കെ കണ്ടു തുടങ്ങിയാൽ വീണ്ടും നല്ല ഡാർക്ക് കളറിലുള്ള പൂക്കൾ തന്നെ വിരിയും. ആ വ്യത്യാസം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടാവും. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കാണിച്ചത് മഴയ്ക്ക് മുമ്പുള്ള പൂക്കളായിരുന്നു. ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മഴ പെയ്തതിന് ശേഷം ഒരു ലൈറ്റ് ഷെയ്ഡിൽ ഉണ്ടായിട്ടുള്ള പൂക്കളാണ്. പിന്നെ ഇത് കണ്ടോ, ഓരോ തലപ്പിലും ഒരുപാട് മൊട്ടുകളായിട്ടാണ് ഇത് നിൽക്കുന്നത്. നല്ല മഴക്കാലമായിട്ട് പോലും ഇതിലെ തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ചിത്രശലഭങ്ങളും വരാറുണ്ട്. നമ്മുടെ വീട്ടുമുറ്റത്ത് പൂക്കൾ ഉണ്ടായാൽ നമുക്ക് പൂക്കളുടെ ഭംഗി മാത്രമല്ല ചിത്രശലഭങ്ങളുടെ ഭംഗിയും കൂടെ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും. ഈ ഒരു ചെടി ഞങ്ങൾ കഴിഞ്ഞ വർഷം വെക്കേഷനിൽ കൊടൈക്കനാലിൽ പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് നട്ടതാണ് കേട്ടോ. ആ ട്രിപ്പ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന അവിടുത്തെ സീസൺ ടൈമിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ആ സമയത്താണെങ്കിൽ ഭയങ്കര എന്താ പറയുക, റോഡ് മൊത്തം ബ്ലോക്കായിട്ട് ഞങ്ങൾ കൂടുതൽ സമയവും വണ്ടിക്കുള്ളിൽ തന്നെയായിരുന്നു. വളരെ കുറച്ച് സമയം മാത്രമാണ് ഞങ്ങൾക്ക് അവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും സ്ഥലങ്ങൾ കാണാനും ഒക്കെ സാധിച്ചത്. അപ്പോൾ ആ ഒരു ചെറിയ സമയത്ത് ഞാൻ എപ്പോഴും എവിടെ പോയാലും ചെടികളാണ് എൻ്റെ ഒരു ശ്രദ്ധ എന്ന് പറയുന്നത്, ചെടികളിലേക്കായിരിക്കും. അങ്ങനെ കണ്ട 2-3 ചെടികൾ ഞാൻ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് പിടിപ്പിച്ചതാണിത്. ഒരെണ്ണം നല്ല മഞ്ഞ നിറത്തിലുള്ളൊരു ജറബറ, പിന്നെ വേറെ 2 കളറിലുള്ള പൂക്കൾ ഒരു ചെടിയിൽ തന്നെ ഉണ്ടാകുന്ന വേറൊരു ചെറിയ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം എനിക്ക് പിടിച്ച് കിട്ടി. അതിൽ പക്ഷേ ഏറ്റവും കൂടുതൽ പൂക്കൾ ഉണ്ടാവുന്നത് ഈ ഒരു ചെടിയിലാണ്. മറ്റ് 2 ചെടികൾക്കും ഇവിടുത്തെ ക്ലൈമറ്റ് അത്രയും അങ്ങോട്ട് പറ്റില്ല എന്ന് തോന്നുന്നു. പക്ഷേ ചെടികളൊക്കെ എനിക്ക് പിടിച്ച് കിട്ടി. പൂക്കൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായുള്ളൂ. ഇതിലാണെങ്കിൽ ഏത് സീസണിലും എപ്പോഴാണെങ്കിലും പൂക്കൾ ഉണ്ടാവുന്ന നല്ലൊരു ചെടിയാണിത്. ഞങ്ങൾ 2 തവണയാണ് കൊടൈക്കനാലിൽ പോയിട്ടുള്ളത്. അവിടുത്തെ പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. അന്ന് ഞാൻ യൂട്യൂബ് ചാനലൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് വീഡിയോസ് എടുത്തേനെ. ഈ കാണുന്നത് ഞങ്ങളന്ന് താമസിച്ച ഹോട്ടലിൻ്റെ താഴെയുള്ളൊരു ദൃശ്യമാണ് കേട്ടോ. ആ സമയത്താണെങ്കിൽ അവിടെ നല്ല തണുപ്പായിരുന്നു. അന്ന് എൻ്റെ കുഞ്ഞപ്പന് ചെറിയ പനി ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ സ്വെറ്ററും കൂടെ മൂപ്പർക്ക് തണുപ്പടിക്കണ്ടെന്ന് വിചാരിച്ച് ഇട്ട് കൊടുക്കണാണിട്ടേ കാണുന്നത്. ആൾക്കതൊന്നും അത്ര പിടിക്കണില്ല, അതൊക്കെ ഉൾക്കളയാൻ നോക്കുന്നുണ്ട്. പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞിട്ടാണ് അത് ഇടാനായിട്ട് സമ്മതിച്ചത്. പിന്നെ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുള്ള വേറൊരു ചെടി ഗാർലിക് വൈൻ എന്ന് പേരുള്ള ഈ ഒരു ചെടിയാണ് കേട്ടോ. ലൈറ്റ് വയലറ്റ് കളറിലുള്ള നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ ഈ ചെടിക്ക്. അതുമാത്രമല്ല ഇതിൽ കുലകുലയായിട്ടാണ് പൂക്കൾ ഉണ്ടാവുക. ഇത് പൂക്കൾ ഉണ്ടാവുന്ന സീസണിൽ ഇത് ഇല കാണാത്ത തരത്തിൽ അത്രയ്ക്കധികം പൂക്കളുണ്ടാവും. ഈ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് എൻ്റെ ചേച്ചി താമസിക്കുന്ന ക്വാർട്ടേഴ്സിൻ്റെ മുറ്റത്താണ് കേട്ടോ. ഞാൻ ഇവിടെ നിന്നാണ് ഈ ചെടി കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. അത് പൂക്കാറാവുന്നേ ഉള്ളൂ. പിന്നെ മഴയായതുകൊണ്ട് എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെയൊക്കെ നല്ല എന്താ പറയുക,
അടഞ്ഞ് മഴ പെയ്യാന്ന് പറയില്ലേ, അതുപോലത്തെ മഴയാണിപ്പോൾ. പിന്നെ എൻ്റെ തോട്ടത്തിൽ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുള്ള മറ്റൊരു വള്ളിച്ചെടി ഔഷധ സസ്യം കൂടിയായിട്ടുള്ള ഈ ശംഖുപുഷ്പമാണ്. അതിൻ്റെ 2 കളറുകളുണ്ട്, നീല ശംഖുപുഷ്പമുണ്ട്, വെള്ള ശംഖുപുഷ്പമുണ്ട്. ഇത് രണ്ടും ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ചെടികളാണ്. വെള്ള ശംഖുപുഷ്പം വേരടക്കം എല്ലാ ഭാഗവും ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നീല ശംഖുപുഷ്പം. നീല ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ ഉപയോഗിച്ചാണ് ബ്ലൂ ടീ ഉണ്ടാക്കാറുള്ളത്. ശംഖുപുഷ്പത്തിനെ കുറിച്ചൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഞെട്ടിക്കുന്ന അത്രയും ഗുണങ്ങളാണ് കേട്ടോ അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുക. ഒരുപാട് രോഗങ്ങൾക്കുള്ള ഒരു ഔഷധമായിട്ട് ശംഖുപുഷ്പം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ കേശ സംരക്ഷണത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനും ഒക്കെ ഇത് വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. ശംഖുപുഷ്പത്തിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും അതിൻ്റെ ഉപയോഗ രീതികളെക്കുറിച്ചൊക്കെ വിശദമായിട്ടൊരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ളവർക്ക് ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടുകളിൽ ശംഖുപുഷ്പം വെച്ച് പിടിപ്പിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്രയ്ക്കധികം ഗുണങ്ങളുള്ള ഒരു ചെടി തന്നെയാണ് ശംഖുപുഷ്പം. ഔഷധ ഗുണം കൊണ്ട് മാത്രമല്ല കേട്ടോ, അതിൻ്റെ പൂക്കളുടെ ഒരു ഭംഗി അതൊന്ന് വേറെ തന്നെയാണ്. നമ്മൾ അത് എവിടെയെങ്കിലും പടർത്തിയിട്ടുണ്ടെങ്കിൽ ആ പച്ചപ്പിനിടയിൽ നല്ല ബ്ലൂ കളറിലും വൈറ്റ് കളറിലൊക്കെയുള്ള ഈ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ ഗാർഡന് ഒരു മുതൽക്കൂട്ടാവുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആയിട്ടും നമുക്കിത് വളർത്താവുന്നതാണ്. ഞാൻ എൻ്റെ മറ്റ് ചെടികളുടെ കൂട്ടത്തിൽ തന്നെയാണ് കേട്ടോ ശംഖുപുഷ്പം പടർത്തിയിട്ടുള്ളത്. വീടിൻ്റെ മുൻവശത്തുള്ള ഒരു നന്ദ്യാർവട്ടത്തിൻ്റെ ചുവട്ടിലാണ് ഇത് രണ്ടും നട്ടിട്ടുണ്ടായിരുന്നത്. നന്ദ്യാർവട്ടത്തിൽ പടർന്ന് കയറി ഇപ്പം നിറയെ പൂക്കളായിട്ട് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ അത് നിൽക്കുന്നത്. ഇതിലിപ്പോൾ നിറയെ കായ്കളായിട്ടുണ്ട്. പയറ് പോലെയാണ് ഇതിൻ്റെ കായ്കൾ കണ്ടാൽ. പയറുമണി പോലുള്ള വിത്തുകൾ നട്ടിട്ടാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ നടത്തുന്നത്. ഇപ്പം ഞാൻ കാണിച്ചത് രണ്ടും ഔഷധ ഗുണമുള്ള നല്ല ഒറിജിനൽ ശംഖുപുഷ്പങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ പല നിറത്തിലുള്ള പൂക്കൾ ഇപ്പോൾ കാണുന്നുണ്ട്. അതുപോലെ കട്ട പിടിച്ച ഇതളുകളുള്ള ശംഖുപുഷ്പവും ഇപ്പോൾ കാണുന്നുണ്ട്. നിറയെ ഇതളുകളുള്ള ശംഖുപുഷ്പം നമ്മുടെ സാധാ ശംഖുപുഷ്പത്തെക്കാളും കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഇതിൻ്റെ ഔഷധ ഗുണത്തെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതൽ അറിയില്ല കേട്ടോ. ഈ കാണുന്ന പൂക്കൾ ഇപ്പോൾ വിരിഞ്ഞ് നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഞങ്ങളുടെ പാപ്പൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇതിൻ്റെ വിത്തുകൾ ഞാൻ പാവിയിട്ട് ചെടികൾ മുളച്ച് വന്നിട്ടുണ്ട്, പൂക്കളായിട്ടില്ല. എന്ത് ഭംഗിയാന്ന് നോക്കി ഇതിൻ്റെ പൂക്കൾ കാണാൻ. നമ്മുടെ സാധാ ശംഖുപുഷ്പത്തിൽ ഒറ്റ ഇതളാണെങ്കിൽ ഇതിൽ ഏകദേശം 6 ഇതളോളം വരുന്നുണ്ട് ഓരോ പൂവിലും. ഇവിടെ ഇതെങ്ങനെ കാട് പിടിച്ച പോലെ വളർന്നിട്ട് നിറയെ പൂക്കളായിട്ടാണ് നിൽക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ. ഇത് കൂടാതെ വേറെയും 1-2 പടരുന്ന ചെടികൾ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ ചെറിയ ചെടികളാണ്, പടർന്ന് വരുന്നേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ നല്ല മഴയായതുകൊണ്ട് പുറത്തിറങ്ങാനൊന്നും പറ്റുന്നില്ല, വീഡിയോ എടുക്കാനും എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ അതിലൊക്കെ പൂക്കളാവുമ്പോൾ തീർച്ചയായും അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും വള്ളിച്ചെടികളാണ് എൻ്റെ വീട്ടിലുള്ളത്. അപ്പോൾ എൻ്റെ ഈ ചെടികളും പൂക്കളും എല്ലാം നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.